കോളുണ്ട്. എന്ത് കോള്? എല്ലാം പറയാം വാ. ഇതിനൊന്ന് കെട്ടിക്കോട്ടെ ഈ സാധനത്തിന്. പിന്നെ അല്ല, ഇപ്പൊ ഏതെങ്കിലും ബസ്സിലെ കണ്ടക്ടറാണോ? മതിയുടെ, ഇനിയൊന്ന് വിശ്രമിക്കണം. ആവശ്യത്തിലേറെ സമ്പാദിച്ചു കാണും. കുഴപ്പമൊന്നുമില്ല. ഒരു 10-15 പശുക്കളുണ്ട്, 2 ഏക്കർ നെൽപ്പാടം വിലക്ക് മേടിച്ച്. പക്ഷെ 2 ലക്ഷത്തിന്റെ വീട് പ്ലാൻ ചെയ്ത് പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാ MP ട്രാൻസ്പോർട്ടുകാർ എന്നെ പിരിച്ചുവിട്ടത്. വീട് പാതി നിൽക്കുക. ഇതേതായി പുതിയ കുരിശ്? ചിരിക്കല്ലേ. ഇത് നമ്മുടെ സ്വന്തമാണ് തന്നെ. ഹലോ. അയ്യോ, അല്ല, കൊള്ളാം. എന്തിനാ പിരിച്ചുവിട്ടത്? സംശയത്തിന്റെ ബലത്തിലായിരിക്കും. അല്ലാതെന്താ? ചെക്കിംഗ് ഇൻസ്പെക്ടർമാരെ എന്നെ പിരിച്ചുവിട്ടല്ലെന്ന്. ഞാൻ റൂട്ടിൽ പോകുമ്പോ മാത്രം എന്താ കളക്ഷൻ കുറയുന്നേന്നൊരു സംശയം. ചെക്കിംഗ് ഇൻസ്പെക്ടർമാര് 18 19 നോക്കി എന്നെ കൈയോടെ പിടിക്കാൻ. സാധിച്ചില്ല. എന്നാ വീട് പണി നിർത്തിയെടുത്തു വീണ്ടും തുടങ്ങാം. ഞങ്ങളുടെ റൂട്ടിൽ ഒരു ബസ് ഓടാൻ പോകും. അല്ല, എന്നെ പറ്റി അറിയാവുന്ന ആരെങ്കിലും എന്നെ കണ്ടക്ടർ ആക്കുവോ? അല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതെന്താണെന്നറിയാമോ? മനസ്സിലായില്ല. ഇത് പുതുക്കാട് MLA റെക്കമെൻഡേഷൻ ലെറ്ററാണ്. ഈ ബസ് ഉടമ തങ്കപ്പൻ നായർക്ക് മൂർഖൻ പാമ്പിനേക്കാൾ പേടിയാണ് രാഷ്ട്രീയക്കാര്. ഈ പുതുക്കാട് MLA എന്തിനാ എന്നെ റെക്കമെൻഡ് ചെയ്യുന്നേ? കത്ത് തീരുവൊക്കെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതല്ലേ? നേരാണോ? അതെയോ? രാഘവേട്ടൻ നാളെ തന്നെ മൊലാളുടെ വീട്ടിൽ വരണം. ഇന്റർവ്യൂ ഉള്ളോ? ശരിയാവോ? ഞങ്ങളിവിടെ ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുക. അതിനിടയ്ക്ക് കച്ചകച്ചൊന്നും പറയണ്ട. എന്റെ അമ്മയുടെ പറ. ശരിയാവന്നേ. ചേട്ടന്റെ വീട് പണി പൂർത്തിയാക്കണ്ടേ? വേണ്ടേ? തനിക്ക് ഈ മുതലാളിയോട് വലിയ വെറുപ്പല്ലേ? എന്താ? അല്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നെ കണ്ടക്ടർ ആക്കുന്നത്? പിന്നെ ഞാൻ പിന്നെ നീ ഇരിക്കാതാകുമ്പോ ഞാൻ പറയാൻ കേട്ടോ. ഞങ്ങള് ഫ്രണ്ട്സാ. നീ ഇപ്പൊ പരിചയപ്പെട്ടതല്ലേ ഉള്ളൂ. പോട്ടെ. അല്ല, പോയി ഞാൻ പോട്ടെ. അല്ലാതെ പിന്നെ വലിയ ആൾക്കാർ ചിരിക്കുന്നിടത്ത് ഒപ്പം ചിരിക്കാൻ വന്നിരിക്കുന്നത്